ഗായ്സ് എന്തല്ല ഇന്നിപ്പോ എവിടെയും പോവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് എണീറ്റ് രാവിലത്തെ ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചോറ് കഴിക്കേണ്ട സമയത്താണ് ചായ കുടിക്കുന്നത്. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. ഞാൻ ജനിച്ചപ്പോഴേ എന്റെ തലവട്ടം കണ്ടപ്പോ ചുറ്റുള്ളവർ പറഞ്ഞു തലതിരിഞ്ഞ ഒന്നാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരൊറ്റ നടത്തത്തിൽ എടുത്തു വെക്കേണ്ട ചായയും പലഹാരവും പ്ലേറ്റും കറിയും ഒക്കെ 10 നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഞാൻ ഈ ടേബിളിന്റെ മണ്ടേ കൊണ്ടുവച്ചേക്കുന്നത്. എന്തായാലും പ്രവചനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളത് പോലെ തന്നെ എന്നെ വെറുക്കുന്ന ആളുകളും ഉണ്ടല്ലോ. അവരും കുറച്ചൊന്നും സന്തോഷത്തോട്ടെ. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് വെറുതെ ഇരിക്കുമ്പോഴാണ് വെറുതെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്റെ ചേച്ചി കടയിൽ പോയി സോപ്പ് പൊടി വാങ്ങാൻ വേണ്ടി. അങ്ങനെ വൈകുന്നേരം വരെ ഞാൻ തള്ളി ഒപ്പിച്ചു. ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ നന്ദുവിനെ വിളിച്ചു. ഒരു മുട്ടയും പത്തിരിയും കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. പോണ പോക്കിലാണ് ഒരു ഗൾഫുകാരന്റെ സ്നേഹത്തോടുള്ള ആ വിളി ഞാൻ കേട്ടത്. അങ്ങോട്ട് മെൽറ്റ് ആയി. അവിടുന്ന് പോണ പോക്കിൽ ഞാൻ വീണ്ടും ഒരാളെ കണ്ടു. എന്റെ സ്വന്തം ചിപ്ലി, അയ്യോ സോറി അമൽ രാജ്. എന്റെ കൂടെ 8ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിച്ച ആളാണ്. അവിടെ നിർത്തി കുറച്ച് സംസാരിച്ചു. ആരൊക്കെ വന്നാലും ആരെയൊക്കെ കണ്ടാലും എന്റെ ലക്ഷ്യം ഞാൻ മറക്കില്ല. മുട്ടയും പത്തിരി. പള്ളിയത്ത് പാലത്തിലാട്ട ഈ കട റീലിലൊക്കെ ഒരുപാട് വൈറലായത്. ഞങ്ങൾക്കുണ്ടാ അഭിമാനിക്കാൻ ഞങ്ങളുടെ സ്വന്തം മുട്ടയും പത്തിരി. വെറുതെ പറയുന്നിട്ടാ ഇട്ടു ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ടെന്ന് നന്ദുവിനോട് ചോദിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടില്ലേ, അരയിൽ വെച്ച ഫോൺ വരെ മാറ്റി സ്പേസ് ലാഭിക്കാനാണ്. അങ്ങനെ കണക്ക് 1ലും 2ലും നിന്നില്ല. ഇനിയും കഴിച്ചാല് നന്ദു എന്നെ ആട്ടും. കാരണം നന്ദു ആണല്ലോ ബില്ല് സെറ്റിൽ ചെയ്യണത്. എങ്ങനെയുണ്ട് വീട്ടില് വെറുതെ ഇരിക്കണം അവനെ വിളിച്ചു വരുത്തിയിട്ട്, അതും മുട്ടയും പത്തിരിയും കഴിക്കാന്ന് പറഞ്ഞ് കൊതിയോടെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് മുട്ടയും പത്തിരിയും കഴിക്കുക. വീട്ടിൽ വന്ന് അവൻ തന്നെ പിക്ക് ചെയ്തു, അവൻ തന്നെ ഡ്രോപ്പ് ചെയ്യണം. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പൊ സൈനിങ് ഔട്ട്.